ഹലോ, എല്ലാ എൻ്റെ മുത്തുമണികൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം വീക്കെൻഡിൽ ഞാനും എൻ്റെ കോ ഡ്രൈവർ ലത്തീഫുക്കായും അതോടൊപ്പം തന്നെ എൻ്റെ റൂംമേറ്റ് 2 പേര്, ബൈജു ചേട്ടൻ കണ്ണൂരുള്ള, പത്തനംതിട്ട രാജീവേട്ടൻ, നമ്മൾ 2 വണ്ടിക്കാരും കൂടി ഒരു സ്ഥലത്ത് ജർമ്മനിയിൽ നമുക്ക് 2 പേർക്ക് ഒരു ടാസ്ക് ആയിരുന്നു. ജർമ്മനിയിൽ നിന്ന് ഫ്രാൻസിലേക്ക് നമുക്ക് ഫ്രൈഡേ നമ്മൾ വൈകിട്ട് നമ്മൾ ജർമ്മനിയിൽ കയറ്റി. അവിടെ നിന്ന് തിങ്കളാഴ്ച രാവിലെ നമുക്ക് 2 പേർക്കും ലോഡ് അൺലോഡിങ് ചെയ്താൽ മതി. അതുകൊണ്ട് നമ്മൾ ഫ്രാൻസിൻ്റെ ഒരു ബോർഡറിൽ, ജർമ്മനിയിലാണ് ആക്ച്വലി, പക്ഷേ ഫ്രാൻസിൻ്റെ ബോർഡർ, അവിടെ ഒരു ഷെല്ലിൻ്റെ പെട്രോൾ സ്റ്റേഷനിൽ നമ്മൾ 2 പേരും കൂടെ ഒതുക്കി. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ ഏകദേശം ഒരു 3 ആഴ്ച കഴിഞ്ഞു, 3-ാമത്തെ ആഴ്ചയാണ് അപ്പോൾ സാധനങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഫുഡ് വെക്കേണ്ട സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഞാനും ബൈജു ഏട്ടനും രാജീവ് ഏട്ടനും കൂടി ഇങ്ങനെ നോക്കി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഏകദേശം ഒരു 2 കിലോമീറ്റർ ഒക്കെ നടന്നു കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അത് നോക്കി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വന്നതിൽ ഏകദേശം ഒരു 10 മാസത്തോളമായി, പക്ഷെ ഇവിടെ വന്നതിൽ ഏറ്റവും നല്ല ഒരു പാർക്കിംഗ് ആയിരുന്നു നമുക്ക് കഴിഞ്ഞ് കിട്ടിയത്. കാര്യം നല്ല ഒരു മൂഞ്ചൻ എന്ന് പറയുന്ന സ്ഥലമാണ്, അതിൻ്റെ തൊട്ടടുത്താണ്. പക്ഷേ അതൊരു ടൗൺഷിപ്പിൻ്റെ ഒരടുത്തുള്ള ഒരു പാർക്കിംഗ് ആണ്. നല്ല സൗകര്യമല്ല, കുളിക്കുവാനും നമുക്ക് ടോയ്ലറ്റിൽ പോകാനും വണ്ടി നല്ല രീതിയിൽ പാർക്ക് ചെയ്യാനും, പിന്നെ ക്യാമറ, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ജർമ്മനിയിൽ. കുറേ പേര് വിദേശികൾ വന്നപ്പോൾ നമുക്കൊരുപാട് സെക്യൂരിറ്റി പ്രോബ്ലങ്ങൾ ഇപ്പോഴും ഉണ്ട് ഇവിടെ. മോഷണങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളെ വണ്ടിയിലൊക്കെ ഇങ്ങനെ കീറി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ എല്ലാ സാധനങ്ങളും നല്ല ഹെവി വെയിറ്റ് ഉള്ളത് കൊണ്ടും ഈ കള്ളന്മാർക്ക് ഉദ്ദേശിക്കുന്ന സാധനം അല്ലാത്തത് കൊണ്ടും നമ്മളെ മോഷണം പോയിട്ടില്ല. അവരേറ്റവും കൂടുതൽ മോഷ്ടിക്കാൻ വേണ്ടി നോക്കുന്നത് നമ്മൾ നമ്മളിപ്പോഴും ലോഡ് ചെയ്തതിന് ശേഷം സീൽ ചെയ്യുന്ന സാധനങ്ങളാണ് അവരേറ്റവും കൂടുതൽ നോക്കിയെടുക്കുന്ന കാര്യം. കണ്ട, രാവിലെ നല്ല മഞ്ഞുണ്ട്, നല്ല തണുപ്പുണ്ട്. രാവിലെ ഏകദേശം -0-1 കാണിക്കുന്നത്. രാത്രി ഞാൻ വന്ന സമയത്ത് നമ്മൾ നാട്ടിൽ ആലുംപഴം ഇങ്ങനെ വരുമല്ലോ, അതുപോലെ ഇങ്ങനെ മഞ്ഞ് വീണു. രാത്രി ഞാൻ ഏകദേശം ഒരു 9-10 മണിക്കാണ് ഇവിടെ ഈ പാർക്കിങ്ങിൽ കൊണ്ട് ഒതുക്കിയത്. ബൈജുവേട്ടനും രാജീവേട്ടനും അത് കഴിഞ്ഞാണ് അവിടെ നിന്ന് വന്നത്. അപ്പം ഞാൻ ഇവിടെ പാർക്കിങ്ങിൽ ഇട്ടിട്ട് ഞാനാണ് നമ്മുടെ ലൊക്കേഷൻ അയച്ചു കൊടുത്തത്. ഇവിടെ കുഴപ്പമില്ലാത്ത പാർക്കിങ്ങാണ്, വൈകുന്നേരം ഐസ് വയ്ക്കാൻ നല്ല ഐസായി കിടക്കണം, വെള്ളമൊക്കെ നല്ല ഐസായി കിടക്കണം, ഒക്കെ ഗ്ലാസ് പോലെ കിടക്കണം കേട്ടോ.
1.5 കിലോമീറ്റർ നടന്നിട്ട് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആരുടെത്തെങ്കിലും ഒന്ന് ചോദിക്കാം എന്ന് വിചാരിച്ചു. നമ്മളെ ഗൂഗിൾ ചേച്ചി നമ്മളെ ഇട്ട് കറക്കുകയാണ്. അതുകൊണ്ട് ആരുടെത്തെങ്കിലും ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ആളിനെ കണ്ടു. ആൾ ന്യൂ ജനറേഷൻകാർക്ക് മാത്രമേ ഇവിടെ ലാംഗ്വേജ് ഉള്ളൂ. ബാക്കി എല്ലാ പേരും സംസാരിക്കുന്നത് ജർമ്മൻ ലാംഗ്വേജാണ്. അതുകൊണ്ട് ഒരാളിനെ കിട്ടി. ആളുടെ ഇങ്ങനെ ബൈജുവേട്ടനും ഞാനും രാജീവേട്ടനും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളൊരു പയ്യനാണ്, അവൻ പഠിക്കാൻ വേണ്ടി വന്നാണ് ഇവിടെ. Yeah, if you go, Aldi. Yeah, if you go straight and then left. Yeah. Aldi. What's your name? Artur. So yeah. അങ്ങനെ ആളുടെ ചോദിച്ച് ആള് ഇങ്ങനെ പറഞ്ഞു എന്നും അങ്ങോട്ട് പോയിട്ട് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഐഡി ഉണ്ട്, കോഫി ലാൻഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ വീണ്ടും ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഇവിടെ ജർമ്മനിയിൽ, യൂറോപ്പിൽ എല്ലാ സ്ഥലത്തും ഒരു ഹോളിഡേ ആണ്. ഹോളിഡേ എന്ന് പറഞ്ഞാൽ ഒരിടത്തും വർക്കുകളൊന്നുമില്ല. ഇവിടെ ശനി ഞായറും അവധിയാണ്. അപ്പോൾ എല്ലാവരും ഈ ശനിയാഴ്ച പർച്ചേസ് ചെയ്യുന്ന ദിവസമാണ്. ഇവിടുത്തെ വീടുകളെ കണ്ടോ, ഇതെല്ലാം ഓരോ ഷോപ്പുകളാണ് കേട്ടോ. ഇവിടുത്തെ ഓരോ ഷോപ്പുകളാണ് ഇവിടുത്തെ. എനിക്ക് വീക്കെൻഡ് ആദ്യമായിട്ടാണ് ഒരു ടൗണിൻ്റെ സൈഡിൽ കിട്ടിയത്. അല്ലെങ്കിൽ നമ്മൾ മെയിൻ ഹൈവേയുടെ സൈഡിലൊക്കെയാണ് പാർക്ക് ചെയ്യാറ്. പക്ഷെ ഇന്ന് നമുക്ക് നല്ലൊരു ജർമ്മനിയിൽ ഇത് മൂഞ്ചൻ എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മൾ നാട്ടിൽ വേണം മൂഞ്ചൻ അല്ല, ഇതൊരു മൂഞ്ചൻ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടുത്തെ ഒക്കെ വീടുകൾ കണ്ടോ, നല്ല ഒരു പഴമ ഉള്ള ഒരു വീടുകളാണ് കേട്ടോ ഇവിടെ എല്ലാം. ഇവിടെ ഒരുപാട് ഇത് ഫ്രാൻസിൻ്റെ അതിർത്തി ആയതുകൊണ്ട് ഇവിടെ ഒരുപാട് വിദേശികൾ എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന സ്ഥലമാണ്. ഒരുപാട് കറുത്ത വർഗ്ഗക്കാർ എല്ലാവരും ഉണ്ട്. ഫ്രാൻസിൽ ഏറ്റവും കൂടുതൽ കറുത്ത വർഗ്ഗക്കാരാണ് കേട്ടോ. എന്ന് പറയുമ്പോഴും നാഷണാലിറ്റി ഈ നൈജീരിയ, എത്യോപ്യ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി പാർത്ത ഒരുപാട് പേര് ഈ ഫ്രാൻസിലും ജർമ്മനിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അവരാണ് ഇവിടെ ഉള്ളവരെല്ലാം വെള്ളക്കാരാണ്, വെള്ളക്കറുത്ത വർഗ്ഗക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ജർമ്മനിയിലുള്ളത്. ജർമ്മനിയിലുള്ള പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും അവരെ ലാംഗ്വേജ് മാതൃഭാഷ മാത്രമേ സംസാരിക്കാറുള്ളൂ. ജർമ്മനി മാത്രമേ ഒരു ഒത്തിരി പ്രായം ചെന്നവർക്കൊക്കെ അറിയാവൂ. പക്ഷേ പുതിയ ന്യൂ ജനറേഷൻകാർക്ക് കുറച്ച് ഇംഗ്ലീഷ് അറിയാം. അവരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എല്ലാ കടകളും ഉണ്ട്. വൈൻ ഷോപ്പ്, പിന്നെ അതോടൊപ്പം തന്നെ സൂപ്പർ മാർക്കറ്റ് മാത്രം കണ്ടില്ല, ബാക്കി എല്ലാ കടകളും നമ്മൾ കണ്ടു. വാച്ചുകൾ, അതോടൊപ്പം തന്നെ ഡ്രസ്സ് വയ്ക്കുന്ന കടകൾ, അങ്ങനെ ഒരുപാട്. ഇപ്പം രാവിലെ ഈ സമയമാവും, നമ്മളൊരു 8 മണി ടൈം ആയതേ ഉള്ളൂ. അതുകൊണ്ട് ഈ ടൗൺ ഇങ്ങനെ ഉണർന്ന് വരുന്നതേ ഉള്ളൂ. പിന്നെ ബർഗർ എല്ലാം ഉണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ മാക്ഡൊണാൾഡ്സ്, ബർഗർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നത്. നമ്മൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ ഷവർമ, ഷവായി അതുപോലുള്ള ഐറ്റംസ് ആണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ബർഗർ അങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡുകൾ മാത്രമാണ്. ഇതൊരു വലിയൊരു ടൗണാണ്. വലിയ ടൗൺ എന്ന് പറയുമ്പോൾ നല്ല ഒരു ഗ്രാമം എന്നല്ല പറയാനുള്ളത്, ഒരു ടൗൺഷിപ്പാണ്. എല്ലാവർക്കും ഒരുപാട് പേര് ഇങ്ങനെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ സൂപ്പർ മാർക്കറ്റ് മാത്രം ഉണ്ട്. പക്ഷേ എവിടെയാണ് എന്നതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇറങ്ങി. ഇവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇവിടെ സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റില്ല. പക്ഷേ മേടിച്ചല്ലേ പറ്റൂ, നമുക്ക് കഴിക്കണ്ടേ. സാധനങ്ങളൊന്നുമില്ല. ആഴ്ചയിൽ ഒരു ദിവസമാണ് ഇപ്പം നല്ല രീതിയിൽ നമുക്ക് ആഹാരങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ ഇത്തിരി ബിരിയാണിയൊക്കെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു. ഇവർ വീണ്ടും തെറ്റി കേട്ടോ. രണ്ടുപേരും ഫോണിങ്ങനെ കളിക്കുക. രണ്ടുപേർക്കും തെറ്റി. രണ്ടുപേരും ഫോണിലിങ്ങനെ ചെയ്താൽ എനിക്ക് എന്തായാലും നിങ്ങളെപ്പോലുള്ളവർക്ക് കാണിക്കാൻ വേണ്ടി കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം. എനിക്ക് ത്രില്ലാണ്. ഞാനിവരെ വിളിച്ചുകൊണ്ട് വെറും ഇങ്ങനെ പോവുകയാണ് കേട്ടോ. നമുക്ക് പോവാന്ന്. ഇത് തായ്ലൻഡുകാരനാണ് ഈ സംസാരിക്കുന്നത്. തായ്ലാൻഡിനെ കുറിച്ച് ഇംഗ്ലീഷൊക്കെ അറിയാം.
അപ്പോൾ തായ്ലാൻഡ് പറഞ്ഞ് അവൻ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു തന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയിട്ട് നേരെ പോകുമ്പോൾ റൈറ്റ് സൈഡിൽ സൂപ്പർ മാർക്കറ്റ് കൊണ്ടുവന്നു. എന്തായാലും ഞാൻ അല്പം പോട്ടെ, ബൈജോട്ടപ്പം നമുക്ക് പോകാൻ തിരിച്ചു പോകാം. ഞാൻ പറഞ്ഞു വേണ്ട പോട്ടെ, കുറച്ച് നടക്കാം. എനിക്ക് നടക്കപ്പം കുറച്ച് വീഡിയോകൾ കുറച്ചുകൂടെ കൂടുതൽ എടുക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇവരെങ്ങനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. പോയി ലാസ്റ്റിൽ കണ്ടുപിടിച്ചു. ആ തായ്ലൻഡുകാരനെ കണ്ടതുകൊണ്ട് അവൻ പറഞ്ഞു തന്നു, നിങ്ങൾ ഇച്ചിരി ഒരു 50 മീറ്റർ അങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡ് ഒരു വലിയ മാർക്കറ്റ് ഉണ്ടെന്ന്. ഇത് ആ തായ്ലൻഡിൻ്റെ വൈഫാണെന്ന് തോന്നണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണ്. 2-2.5 കിലോമീറ്റർ ആയി കേട്ടോ. ആ തണുപ്പുണ്ടേ, അതുകൊണ്ട് നല്ല തണുപ്പാണ്. ഇവിടത്തേക്ക് വീടുകളുണ്ട്, അടുക്കി വീടുകളാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അതിർത്തി പ്രശ്നം, എന്തൊക്കെ വിഷയങ്ങളായിരിക്കും ഇങ്ങനെ വീട് വയ്ക്കണമെങ്കിൽ അല്ലേ ഒന്ന് ആലോചിച്ച് വയ്ക്കാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു വീട് വയ്ക്കണമെങ്കിൽ അപ്പുറത്തുനിന്ന് 1.5 മീറ്റർ വരണം, ഇപ്പുറത്തുനിന്ന് 1.5 മീറ്റർ വരണം, ഫ്രണ്ടിൽ നിന്ന് ഒരു 3.5 മീറ്റർ വരണം, ബാക്കിൻ്റെ അടുത്ത ഒരു പറമ്പിൽ നിന്നുള്ള 3.5 മീറ്റർ ഇങ്ങോട്ട് വരണം, ഹൈവേ ആണെങ്കിൽ 5.5 മീറ്റർ വരണം. ഒക്കെയാണ് എന്തൊക്കെ നിയമങ്ങൾ വേണം നമ്മുടെ നാട്ടിൽ. ഇപ്പം ഇവിടെ നോക്കിയാണ് എന്ത് സെൻറ്റ് എവിടെയാണ് ഒന്നും പിടിയില്ല. എല്ലാം എന്താ അടുക്കി ഇതാ വെച്ചിരിക്കണം. ചീട്ട് കൊട്ടാരം പോലെ അതാ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കണം. നോക്കിയാണ് ഈ വീടും ഇതൊക്കെ ഒരു പല വീടുകളാണ്. 3 കളർ എന്ന് പറയുമ്പോഴും 3 വീടുകളാണ്, പക്ഷേ അതിൻ്റെ ചുവരുകളെല്ലാം ഒന്നാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മൾ പഠിക്കേണ്ട ഒരുപാട് മാതൃകകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഒന്നും പറയേണ്ട കാര്യമില്ല. അതൊക്കെ പറയണമെങ്കിൽ നമ്മളൊരുപാട് പറയും. ആൾക്കാർ പറയും നമ്മളെ നാട്ടിൽ നിന്ന്, ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന്, ഞാൻ ഇവിടെ ജർമ്മനിയിലും വന്നിട്ട് ഞാൻ എൻ്റെ നാട്ടിനെ കുറ്റം പറയുന്നെന്ന് എല്ലാവരും പറയും. പക്ഷേ അതല്ല, നമ്മൾ മാറേണ്ട സമയം കഴിഞ്ഞു. ഒരുപാട് മാറേണ്ടതായിട്ടുണ്ട്. നമ്മൾ എന്തിനാണ് ഇവിടെ കുറേ കൂട്ടി വെച്ചിട്ട് എന്തിനാണ് ജീവിക്കുമ്പോൾ ആർക്കും ദ്രോഹം വരാതെ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ജീവിക്കുക. മാത്രമേ ഉള്ളൂ. നമ്മൾ മരിക്കപ്പോഴും നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല. ഞാൻ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല എല്ലാവരും. അങ്ങനെ മക്കളെ, എൻ്റെ മുത്തുമണികളെ, നടന്ന് നമ്മൾ അവസാനം സൂപ്പർ മാർക്കറ്റിലെത്തി. അവിടുത്തെ മുട്ട ഉണ്ടോ മക്കളെ? ഇതാണ് മുത്തുമണികളെ ഇവിടുത്തെ മുട്ട. പല കളറിലെ മുട്ട. എന്ത് ചെയ്യും? അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ ഒരുപാട് വീഡിയോകളൊന്നും പിടിക്കാൻ വേണ്ടി അലൗഡ് അല്ല. അതുകൊണ്ട് നമ്മൾ വീഡിയോകളൊന്നും ഒരുപാട് പിടിച്ചില്ല. ബ്രെഡൊക്കെ മേടിച്ചു, പിന്നെ ചിക്കൻ മേടിച്ചു, പിന്നെ റൈസ് മേടിച്ചു. അങ്ങനെ കുറച്ച് അത്യാവശ്യം, പിന്നെ സവാള, അങ്ങനെ കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ച്. പക്ഷേ ഭയങ്കര പൈസയായി. പൈസ എന്ന് പറയുമ്പോൾ ഏകദേശം 50 യൂറോ ആയി. ഈ സാധനങ്ങൾ ഈ 50 യൂറോയ്ക്ക് ഇവിടെ മേടിച്ചത് നമുക്ക് വെറും 50 സ്ലോട്ടിക്ക് നമുക്ക് പോളണ്ടിൽ നിന്നും മേടിക്കാവുന്ന സാധനമാണ് 50 യൂറോയ്ക്ക് മേടിച്ചത്. 1 യൂറോയ്ക്ക് 85 രൂപ ഉണ്ട്. പക്ഷേ ഒരു സ്ലോട്ടിക്ക് 19 രൂപയേ ഉള്ളൂ. അപ്പോൾ ആ പോളണ്ടിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നതുമായിട്ടുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക.
നമുക്ക് ഏറ്റവും നല്ല സ്ഥലം പോളണ്ടാണ്. യൂറോപ്പിൽ ജീവിക്കാൻ പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് പോളണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി വരാനിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ യൂറോപ്പിൽ ജീവിക്കാൻ അനുയോജ്യമായ സ്ഥലം, ഏറ്റവും കൂടുതൽ പൈസ സേവ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം നമ്മളെ പോളണ്ട് തന്നെ മക്കളെ. അതൊരു പഴയ ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ആ കാണുന്നത്. അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്ന് നല്ല ചിക്കനും ബിരിയാണി വെക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ 5-6 ദിവസം നമ്മളിങ്ങനെ നല്ല അലഞ്ഞ് ബ്രെഡും ഒക്കെ കഴിച്ചതിന് ശേഷം ഒരു ശനിയാഴ്ചയും ഞായറാഴ്ചയാണ് നല്ല രീതിയിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്. അല്ലാത്ത ദിവസം നമ്മൾ ജസ്റ്റ് ബ്രെഡ്, ഹോഴ്സ് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കും. ഇന്ന് നല്ല ചിക്കൻ മേടിച്ചുകൊണ്ട് വന്ന് നമ്മൾ അടിപൊളിയായിട്ട് നമ്മളങ്ങ് ചിക്കൻ ബിരിയാണി വെക്കുകയാണ്. ബൈജുവേട്ടൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നു, രാജീവേട്ടൻ വീഡിയോ എടുക്കുന്നത്, ഞാൻ വെക്കുന്നു. കണ്ട ചിക്കൻ ബിരിയാണിയാണ് മക്കളെ, മുത്തുമണികളെ, ചിക്കൻ ബിരിയാണി. ആ രാജീവേട്ടനാണ് വീഡിയോ എടുക്കുന്നത്. ഈ പുക നമ്മളെ ഈ ആവി കൊണ്ട് നമ്മളെ ക്യാമറയ്ക്ക് അല്പം ക്ലിയർ ഇല്ല കേട്ടോ. അപ്പോഴപ്പോഴും ക്ലിയർ പോകുന്നുണ്ട്. എന്നാലും രാജീവേട്ടൻ സാഹസികമായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. ചിക്കൻ ബിരിയാണി ലത്തീഫൊക്കെ നമ്മൾ അപ്പുറത്ത് നിൽക്കുകയാണ്. ബൈജുവേട്ടനാണ് സാധനങ്ങളൊക്കെ എടുത്തു തരുന്നത്. മല്ലിപ്പൊടിയും മുളക് പൊടിയും ബാക്കി കാര്യങ്ങളെല്ലാം എടുത്തു തരുന്നത്. ഞാൻ എല്ലാ ശനിയാഴ്ചയും, നിങ്ങൾ കണ്ട എൻ്റെ കോലം കണ്ട, ഷേവ് ചെയ്തിട്ടില്ല, മുടി വെട്ടിയിട്ടില്ല, എല്ലാം ഏകദേശം 3-4 ആഴ്ചയായി പോളണ്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കോലം. എല്ലാം ശരിയാവും, വേറെ പ്രശ്നങ്ങളൊക്കെ ഇല്ല, ഞാൻ ഹാപ്പിയാണ്. ഇതൊക്കെയാണ് ജീവിതം. നമ്മളെങ്ങനെയാണോ നാട്ടിൽ നാഷണൽ പെർമിറ്റ്
പോകുന്നത് അതുപോലെ. പക്ഷേ പിന്നെ വണ്ടിയൊക്കെ നല്ല പെർഫെക്റ്റാണ് കേട്ടോ. വണ്ടിയൊക്കെ ഓട്ടിക്കാനും ബാക്കിയെല്ലാം പെർഫെക്റ്റാണ്. കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള സമയങ്ങൾ കിട്ടപ്പോൾ മാത്രമാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, എല്ലാവരും വിശേഷങ്ങളൊക്കെ അറിയിക്കുക. ഒരുപാട് എൻ്റെ നല്ല എൻ്റെ മുത്തുമണികൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ എൻ്റെ സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളെ സുഹൃത്തുക്കളെ കുറച്ച് പേര് എൻ്റെ നമുക്ക് വർക്ക് പെർമിറ്റ് എടുക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. അവരെല്ലാവരും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സമയം കിട്ടുന്ന സമയത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള അറിവുകളൊക്കെ ഞാൻ നിങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഒരു ദിവസം ഒരു 2-3 ദിവസം വീഡിയോ കിട്ടില്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ പേഴ്സണലായിട്ട് ചോദിക്കും, എന്താ വീഡിയോ ഒന്നും വരുന്നില്ല എന്ന്. നമ്മളെ ചിക്കൻ ബിരിയാണി മസാല ആയതേ ഉള്ളൂ കേട്ടോ. ഇനി ചിക്കൻ മറ്റ് സാധനങ്ങളുണ്ടാക്കണം. അപ്പോൾ ഞാൻ 5-ാം തീയതി നാട്ടിൽ വരും കേട്ടോ. ഈ ഏപ്രിൽ 5-ാം തീയതി നാട്ടിൽ വരുന്നുണ്ട്. നമുക്ക് നാട്ടിലുള്ള ഒരുപാട് പേര് കാണുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവരെയും കാണാൻ ശ്രമിക്കും. അപ്പോൾ ഞാനൊരു മാസത്തോളം കാണും. ബായ്, നമുക്കെല്ലാവർക്കും ബായ്.